ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പുതിയ മോഡലിലുള്ളൊരു ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ട്രെൻഡി ലൂസ് ഫിറ്റ് വരുന്ന ഒരു കഫ്താൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഷോളാണ്. ഇത് കോട്ടൺ ഷോളാണ്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ മോഡൽ വരുന്ന ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലോ ജോർജറ്റോ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് 4 ആക്കി ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ് വരുന്നത്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ് വരുന്നത്. ഈ ക്ലോത്തിൻ്റെ താഴത്തെ വശം നമ്മൾ എടുക്കുന്നില്ല, മുകൾ ഭാഗം മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യോക്കിന് ലെങ്ത്ത് കൊടുക്കുന്നത് 12 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 13 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് 1 മീറ്ററോളം ക്ലോത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പീസ് നമ്മൾ മാറ്റിയിട്ടു. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ അടുത്ത കളറിലുള്ള ഷോളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ 4 ആക്കി ഇതുപോലെ തന്നെ കുർത്തിക്കൊക്കെ മടക്കിയിടുന്ന പോലെ തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. ഞാനിതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് 25 ഇഞ്ചാണ്. അതായത് ഒരു ചെറിയ ഷോർട്ട് ടോപ്പ് പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ പീസിൽ നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 13 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. നമ്മുടെ യോക്ക് കഴിഞ്ഞിട്ട് 25 നിന്നും 12 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 13 ഇഞ്ചാണ് കിട്ടുന്നത്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 14.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ പീസ് നമ്മളൊരു 1.5 മീറ്ററെങ്കിലും താഴത്തെ ക്ലോത്ത് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഫോൾഡാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഇവിടെ വരുന്നത് 3.25 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഇതിൽ ഷോൾഡറും സ്ലീവും ഒരുമിച്ചാണ് വരുന്നത്. ഷോൾഡർ ഞാനിവിടെ 6.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. സ്ലീവ് നമുക്ക് എത്രയും ലെങ്ത്ത് കിട്ടുന്നോ അത്രയും നമുക്ക് ലെങ്ത്ത് എടുക്കാം. എനിക്കിവിടെ ഒരു 7 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6.5 ഇഞ്ച് ലെങ്ത്തും 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 7 ഇഞ്ചിൽ നമുക്ക് സ്ലീവിൽ ഒരു പീസും കൂടി വെച്ച് കൊടുക്കാനുണ്ട്. ഇനി താഴേക്ക് ആ ഭാഗത്തെ 6.5 ഇഞ്ചിൻ്റെ ആ ഭാഗത്തെ കൈവണ്ണമാണ് മാർക്ക് ചെയ്യുന്നത്. നല്ല ലൂസ് ഇട്ട് ചെയ്യുക. ഒരു 10 ഇഞ്ചോളം കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചാണ് കൊടുത്തത്. എനിക്ക് കുറച്ച് ഒരു ടൈറ്റ് പോലെയായിരുന്നു. ഒരു 10 ഇഞ്ചോളം നമുക്ക് താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കൈവണ്ണ എത്രയാണ് അതിൻ്റെ കൂടെ ഒരു 3-4 ഇഞ്ച് കൂട്ടിയെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 10 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൂസ് കിട്ടാനായിട്ട്. അപ്പോൾ 50 ഇഞ്ചാണ് വരുന്നത്. 50നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12.5 ഇഞ്ചാണ് കിട്ടുന്നത്. നമുക്ക് 1 ഇഞ്ചും കൂടി നമുക്ക് തയ്യൽത്തുമ്പ് കൂട്ടി ഒരു 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എനിക്ക് ആ ഭാഗത്ത് ക്ലോത്ത് കുറവായതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് മാർക്ക് ചെയ്തത്. ഇനി ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് ഇനി താഴത്തെ ഭാഗത്തുനിന്ന് നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ഷേപ്പും കൂടി മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡ് മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഇത് വീതി കുറഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വന്നത്. വീതി കൂടുതലുള്ള ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ നമ്മൾ ആ ഭാഗത്തെ വണ്ണൊക്കെ മാർക്ക് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഒരു പീസും കൂടി ജോയിൻ ചെയ്ത് എടുക്കാനുണ്ട്. ഈ ഭാഗത്ത് ഞാനിവിടെ നെക്കിന് ലെങ്ത്ത് എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതിനുശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്ത് ഞാനിവിടെ ഒരു യൂനെക്കാണ് വരച്ചെടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ഞാനതും ഒരു യൂനെക്കാണ് വരച്ചെടുക്കുന്നത്. ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ നെക്ക് വിഡ്ത്തിൽ നിന്ന് ഷോൾഡറിലേക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യേണ്ട ആവശ്യം ഈ കഫ്താന് വരുന്നില്ല. അപ്പോൾ നിങ്ങളത് മാർക്ക് ചെയ്യേണ്ട. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ താഴെയുള്ള പീസ് ബാക്കി വന്ന പീസ് ഇതുപോലെ 4 ആക്കി ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഫോൾഡഡ് സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഞാനിവിടെ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് നമുക്കിവിടെ 3/4 സ്ലീവ് വരുന്ന രീതിയിൽ വേണം നമുക്കിവിടെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്ലീവിൻ്റെ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ ടേപ്പ് പിടിച്ച് നമ്മൾ തയ്യൽത്തുമ്പ് അടക്കം ഞാനിവിടെ ഒരു 17.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തെ കൈവണ്ണം നമ്മളിവിടെ ആ ഭാഗത്ത് നമ്മളൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ലൂസിൽ തന്നെ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു 9 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്ത് ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൂട്ടി എടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ആ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ സ്ലീവ് ഇതാണ്. 2 കളറിലാണ് നമുക്കിവിടെ സ്ലീവ് വരുന്നത്.
ഇപ്പോൾ യോക്ക് ഞാനിവിടെ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ടില്ല ഫ്രണ്ട് പാർട്ടിൽ. അപ്പോൾ ആ ഭാഗം നമ്മളിതുപോലെ നെക്കിൻ്റെ ഭാഗം ഇവിടെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ പീസ് നമുക്ക് ഈ യോക്ക് പീസിൻ്റെ മുകളിലേക്ക് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പുറത്തെ സൈഡ് വശവും അതുപോലെ തന്നെ നമ്മൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 2 പീസും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് ആ സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഈ പീസ് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് സ്ലീവും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പുറത്തെ സ്ലീവും ഇതുപോലെ തന്നെ രണ്ടിലെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നിവർത്തിയിടാം. ഇനി നമുക്കിത് രണ്ടാക്കി മടക്കിയെടുക്കാം. ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു കട്ടിങ് കൊടുത്തത് കൊണ്ട്, ഷോൾഡർ സ്ലോപ്പ് കൊടുത്തത് കൊണ്ട് ആ ഭാഗത്ത് നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ലൈനിങ് നമ്മൾ ഇതുപോലെ വീതിയുടെ ഭാഗത്തേക്ക് ഒരു പ്രാവശ്യം മടക്കുക, എന്നിട്ട് വീണ്ടും നീളത്തിൽ ഒരു പ്രാവശ്യം മടക്കുക. നമ്മൾ കുർത്തിക്കൊക്കെ മടക്കിയിടുന്ന അതുപോലെ തന്നെ മടക്കിയെടുത്ത് ഞാൻ ഈ പീസ്, അതായത് നമ്മൾ ഈ ടോപ്പ് രണ്ടാക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. മടക്കി ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അളവ് ഇതുപോലെ ലൈനിങ് പീസിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് ആ റെഡ് കളർ വരുന്ന ഭാഗം വരെയാണ് ഞാനിവിടെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ആ നെക്കിൻ്റെ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ലൈനിങ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഞാനിവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മളിവിടെ ബാക്ക് പാർട്ട് മാറ്റിയിട്ടതിന് ശേഷം ഇനി ഫ്രണ്ട് പാർട്ടിലെ നെക്കും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലേക്ക് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഞാൻ ഇതുപോലെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചൊക്കെ ചെയ്തെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെല്ലാം കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റും ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി മെയിൻ ക്ലോത്ത് ഈ ലൈനിങ്ങിൻ്റെ ഉൾ സൈഡിലേക്ക് ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉൾ സൈഡിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലൈനിങ് ഇതിൻ്റെ ഉൾ സൈഡിലേക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല വശം വരുന്നത്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈനിങ് ഈ സ്ലീവിൻ്റെ ഇത്രയും ഭാഗത്ത് മാത്രമേ ലൈനിങ് ഉള്ളൂ. അപ്പം നമുക്ക് ഈ പീസ് ഇതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലൈനിങ്ങും ഈ പീസിൽ ഇതുപോലെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലൈനിങ് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബാക്കിയുള്ള പീസ് ഇതുപോലെ നിവർത്തിയിടാം. ഇനി ഈ ബാക്കി ആ അറ്റത്ത് സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് ഒരു 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് മടക്കുക, വീണ്ടും ഇലാസ്റ്റിക് കയറാവുന്ന രീതിയിൽ നമ്മൾ മടക്കിയെടുത്ത് ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വശത്തും അങ്ങനെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇപ്പോൾ സ്ലീവിൻ്റെ അറ്റം നമ്മൾ രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇലാസ്റ്റിക് നമ്മളെ കൈവണ്ണത്തേക്കാൾ ഒരു 2-3 ഇഞ്ച് കുറച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇലാസ്റ്റിക്കിൽ നമ്മളൊരു പിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾ സൈഡിലൂടെ ഇലാസ്റ്റിക് നമ്മളിത് അകത്തേക്ക് കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇലാസ്റ്റിക് ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം 2 സൈഡ് വശം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് വശം ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുക. താഴെ വരെ നമ്മൾ ജോയിൻ ചെയ്യുക. ഇപ്പുറത്തെ സൈഡ് വശം ഇതുപോലെ തന്നെ താഴെ വരെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തെ ഭാഗം രണ്ടാക്കി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങും കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ട്രെൻഡി ലൂസ് ഫിറ്റ് കഫ്താൻ്റെ ഫൈനൽ ലുക്കാണ് കാണുന്നത്. ഞാൻ ചെറിയ ഷോർട്ട് ടോപ്പ് പോലെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ വേണമെങ്കിൽ ചെയ്യാം.
അപ്പം ഞാൻ ഈ സ്ലീവ് എനിക്ക് ഇത്രയും വിരിവേ നമുക്ക് ആ ക്ലോത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ സ്ലീവ് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി നിന്നേനെ ആ യോക്ക് വരെ, അതായത് ആ ഓറഞ്ച് കളറിലുള്ള ക്ലോത്ത്. അപ്പോൾ രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ നിൽക്കും. അപ്പോൾ സ്ലീവിൻ്റെ താഴെ നമ്മൾ ഇലാസ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ലെങ്ത്തിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.